ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൊണ്ട് ഇന്ത്യക്ക് വലിയ ഗുണമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് സൈനിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇനി ഇന്ത്യയെ കാത്തിരിക്കുന്നത് വലിയ കയറ്റുമതിയാണ്. ഇത്രയും നാൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തെങ്കിൽ ഇപ്പോൾ അത് വർദ്ധിക്കുകയാണ്. ഈ സംഘർഷത്തിന് പിന്നാലെ ബ്രഹ്മോസ് ആവശ്യപ്പെട്ട് പല രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച ആകാശ് ഉൾപ്പെടെയുള്ളവ ഇനി വലിയ പ്രതീക്ഷയാണ് ലോകത്തിന് നൽകുന്നത്. തീർച്ചയായിട്ടും നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദി ധീരനായ ഒരു ഭരണാധികാരിയും രാഷ്ട്രതന്ത്രജ്ഞനും മാത്രമല്ല, ഒരു നല്ല വ്യവസായി കൂടിയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൃത്യമായിട്ട് ലാഭമുണ്ടാക്കുന്ന ഗുജറാത്തി കച്ചവടക്കാരൻ അതുകൂടിയാണ് നരേന്ദ്രമോദി എന്ന് നമ്മൾ സമ്മതിക്കണം. കാരണം ഈ ഇന്ത്യ പാക് സംഘർഷമൊക്കെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇക്കുറി നമുക്കുണ്ടായ നേട്ടം, നമുക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാനായി നമ്മുടെ കരുത്ത് എന്താണ്, തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ച ആയുധങ്ങളുടെ മൂർച്ച എത്രയുണ്ട് എന്ന് പരിശോധിക്കാനും പരീക്ഷിക്കാനുമുള്ളൊരു വേദി കൂടിയായി ഈ ഇന്ത്യ പാക് സംഘർഷം എന്നുള്ളതാണ് സത്യം. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഈ ആയുധ കയറ്റുമതി അത് വലിയ തോതിൽ 10 മടങ്ങ് വർദ്ധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഞാൻ വെറുതെ പറയുകയല്ല, കണക്കുകൾ 2024 2014 തമ്മിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. 2014 നമ്മൾ കയറ്റുമതി ചെയ്ത ആയുധങ്ങളും വെടിക്കോപ്പുകളും യുദ്ധോപകരണങ്ങളും ഒക്കെ വെറും 686 കോടി രൂപയുടേതായിരുന്നു എങ്കിൽ 2024 അത് വർദ്ധിച്ച് 23,622 കോടിയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ എത്ര മടങ്ങ്, ഏതാണ്ട് 34 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഈ സംഘർഷം ഉണ്ടാകുന്നതിന് മുമ്പാണ്. 2024 വരെയുള്ള കണക്കാണ് നമ്മൾ പറഞ്ഞത്, 25ലേക്കുള്ള കണക്ക് നമ്മൾ എടുത്തിട്ടില്ല. അത് ഈ 25ലേക്കുള്ള കണക്കെടുക്കുന്നതിന് മുമ്പ് നമുക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഈ ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് വരുന്ന ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈ 23,622 കോടി എന്നുള്ളത് 50,000 കോടി കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നിസ്സാര കാര്യമല്ല. ഇരട്ടിയിൽ കൂടുതൽ, 23,622 കോടിയുടെ ഇരട്ടിയിൽ കൂടുതൽ നമ്മൾ നേടും എന്നാണ്, വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നേടും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ആ മിസൈൽ. നമ്മൾ റഷ്യയുടെ സഹായത്തോടു കൂടി പരീക്ഷണങ്ങൾ ആരംഭിച്ച് നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ വികസിപ്പിച്ചെടുത്തൊരു മിസൈലാണിത്. അത് ഈ ഭൂഖണ്ഡാന്തരമായിട്ട് ഉപയോഗിക്കാം, ആകാശത്തുനിന്ന് ഉപയോഗിക്കാം, കടലിൽ നിന്നും നമ്മുടെ യുദ്ധക്കപ്പലുകളിൽ നിന്നും അത് നമുക്ക് അയക്കാനായിട്ട് സാധിക്കും, അത് പ്രയോഗിക്കാൻ സാധിക്കും. അങ്ങനെ കരയിലും കടലിലും ആകാശത്തും ഒരുപോലെ തൻ്റെ അപ്രമാദിത്വം തെളിയിച്ച ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു മിസൈലാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ ആകാശം ഭൂമിയിൽ നിന്നും കരയിൽ നിന്നും കടലിൽ നിന്നും ഒക്കെ വിക്ഷേപിക്കാവുന്ന ഒരു മിസൈലാണ് ഈ ബ്രഹ്മോസ്. ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലും കൂടിയാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. ശത്രുരാജ്യങ്ങളുടെ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ലക്ഷ്യസ്ഥാനം ഭേദിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. അതുകൊണ്ട് തന്നെ നിലവിൽ പല രാജ്യങ്ങളും നമ്മളിൽ നിന്ന് നമ്മളിപ്പോൾ ബ്രഹ്മോസിൻ്റെ ഏതാണ്ട് 3ാം തലമുറ 4ാം തലമുറയിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് 1ാം തലമുറ ബ്രഹ്മോസ് പലരും വാങ്ങിയിട്ടുണ്ട്. നമ്മളതിൻ്റെ ടെക്നോളജി കൊടുത്തിട്ടില്ല, പക്ഷേ നമ്മൾ ആയുധങ്ങൾ വിറ്റിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മിസൈൽ രംഗത്ത് ഇന്ത്യ വലിയ മുന്നേറ്റം. നാം റഫേൽ ഉൾപ്പെടെ അത്തരം ആയുധങ്ങൾ അല്ലെ വിമാനങ്ങൾ വാങ്ങുന്ന ഫ്രാൻസ് പോലെ ഈ മിസൈലുമായി ഇന്ത്യയെ സമീപിക്കുകയാണ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയാൻ വന്നത്. ഫിലിപ്പൈൻസ്, ഫ്രാൻസ്, അമേരിക്ക പോലും നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തയ്യാറെടുക്കുന്നു എന്നാണ് രാജ്യാന്തര വിപണിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നമ്മളിതിന് കടപ്പെട്ടിരിക്കുന്നത് മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ നമ്മുടെ APJ അബ്ദുൽ കലാമിനോടും അതുപോലെ ഇപ്പോൾ വിരമിച്ച ടെസ്സി തോമസ് എന്ന മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന ആ ശാസ്ത്രജ്ഞയോടും രാജ്യമേറെ കടപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഒരു പിടി ശാസ്ത്രജ്ഞന്മാർ ഈ മിസൈൽ ഇത്രയും മികവുറ്റ രീതിയിൽ, ഇത്രയും ഗുണനിലവാരമുള്ള മിസൈൽ വികസിപ്പിച്ചെടുക്കുന്നതിൽ അവരുടെ കഠിനാധ്വാനം അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. എക്കാലവും നമ്മുടെ രാജ്യത്തിന് അത് വലിയ മുതൽക്കൂട്ടാണ്.
ഒരു വശത്ത് ശത്രുവിനെ നമുക്ക് ഭയപ്പെടുത്തി നിർത്താൻ സാധിക്കും, മറുവശത്ത് അത് ലോകരാഷ്ട്രങ്ങളിൽ വിറ്റ് നമുക്ക് പണം നേടാൻ സാധിക്കും. എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ മറ്റു ചില വിവരങ്ങളും കൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ 2013-14 കാലത്ത് നമ്മൾ ഏതാണ്ട് 2.53 ലക്ഷം കോടിയായിരുന്നു ബജറ്റ് നമ്മൾ നീക്കി വച്ചിരുന്നതെങ്കിൽ അത് 25-26-ൽ 6.81 ലക്ഷം കോടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ സ്വന്തമായിട്ട് ഇത് കൂടുതലും നമ്മളിപ്പോൾ പണം മുടക്കുന്നത് ഗവേഷണ കാര്യങ്ങൾക്കാണ്. സ്വന്തമായി നമുക്ക് നിരവധി ആയുധങ്ങൾ വികസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെയും ഒരു ചെറിയ കണക്ക് വന്നിട്ടുണ്ട്. അതായത് സ്വകാര്യ മേഖല വഴി നമ്മൾ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വിറ്റിരിക്കുന്നത് 15,233 കോടി രൂപയ്ക്കാണ്. എങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി നമ്മൾ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വിറ്റിരിക്കുന്നത് 8,389 കോടി രൂപയ്ക്കാണ്. ഇത് രണ്ടും നമുക്ക് വലിയ മുതൽക്കൂട്ടാണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാത്രം കണക്കെടുത്ത് നോക്കിയാൽ അവിടെ തന്നെ ഏതാണ്ട് ഈ 10 വർഷം കൊണ്ട് 42.85% വർധനവാണ് വന്നിരിക്കുന്നത്. അതിലൂടെ ഉണ്ടായിരിക്കുന്ന നേട്ടം ചെറുതല്ല. പ്രതിരോധ മന്ത്രാലയം ഈ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ ആകാശ്, ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആകാശ് സർഫസ് ടു എയർ മിസൈൽ, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് അയക്കാൻ കഴിയുന്ന മിസൈൽ കൂടിയാണ്. ആകാശിനും വലിയ തോതിൽ ആവശ്യക്കാർ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചൈനയും പാകിസ്ഥാനും ഒഴിച്ച് മറ്റു പല രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനിലെ രാഷ്ട്രങ്ങൾ ഈ 2 മിസൈൽ ബ്രഹ്മോസിനും ആകാശിനും വേണ്ടി നമ്മുടെ പ്രതിരോധ രംഗത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ പുറത്ത് ഒരു വലിയ വിപണി ഇന്ത്യക്ക് തുറന്നു കിട്ടിയിരിക്കുകയാണ് ഈ മിസൈൽ മേഖലയിൽ എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഈ കയറ്റുമതിയിൽ, പ്രതിരോധ ഉപകരണങ്ങളുടെ, യുദ്ധോപകരണങ്ങളുടെ കയറ്റുമതിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ഇത് ഒരർത്ഥത്തിൽ ഇതൊക്കെയാണ് നമുക്കറിയാം. ഈ ചൈനയുടെ G-10 എന്ന് പറയുന്ന വിമാനം, അതുപോലെ തന്നെ അമേരിക്കയുടെ F-16, ഈ F-16 എന്നൊക്കെ പറഞ്ഞാൽ വലിയ കൊട്ടിഘോഷിച്ച ഒരിതാണ്. അതുപോലെ അമേരിക്ക F-35 പാകിസ്ഥാൻ ഇപ്പോൾ കൊടുക്കും എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇനി അതൊക്കെ കണ്ട് തന്നെ അറിയണം. എന്തായാലും ഈ F-16 പോലെ അത്ര മിടുക്കുള്ള, അത്രയും കഴിവുള്ള, ഗുണനിലവാരമുള്ള ഒരു വിമാനം ഇന്ത്യൻ പ്രതിരോധത്തിന് മുന്നിൽ തകർന്നു വീണു എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയ്ക്കും വലിയ നാണക്കേടാണ്. എന്തായാലും അമേരിക്കയെയും ചൈനയെയും ഒക്കെ കടുത്ത സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് നമ്മളാരെയും അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല. നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ പ്രതിരോധിച്ചു. നമ്മുടെ പ്രതിരോധത്തെ മറികടക്കാൻ ഇന്ന് ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല എന്നുകൂടിയാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ ഈ സംഘർഷം കൊണ്ട് മറ്റൊരു സഹായം എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം വീഴ്ച പറ്റിയെന്ന് കൃത്യമായി നമുക്ക് പഠിക്കാൻ ഒരു അവസരമാണ്. അതെ, നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പൊടിയടിച്ച് ആയുധങ്ങൾ വച്ചിരിക്കുന്ന പരിപാടിയല്ല, എടുത്ത് ഉപയോഗിക്കുകയായിരുന്നു. അതെ, അങ്ങനെ ഒരു അവസരം കിട്ടി. അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചതാണ്. അതെ അതെ. അപ്പോൾ എവിടെയെല്ലാം വീഴ്ച പറ്റി, ഇനി അതെങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, അങ്ങനെ ഒരു കൃത്യമായ ഒരു പഠിക്കാനുള്ള അവസരം കൂടി ഇത് തുറന്നിടുകയല്ലേ? തീർച്ചയായിട്ടും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ടൊക്കെ കരയുദ്ധം, നാവിക യുദ്ധം എന്ന് പറഞ്ഞാൽ സൈന്യങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു. പരസ്പരം വെടിയുതിർക്കുകയും ടാങ്കുകൾ ഉപയോഗിക്കുകയും പീരങ്കികൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഉപകരണങ്ങളാണ്. അതായത് അടിച്ചാൽ പ്രതിരോധിക്കാൻ ഒരു ഉപകരണം, അതുപോലെ അങ്ങോട്ട് തിരിച്ചടിക്കാൻ മറ്റൊരു ഉപകരണം, ഇതെല്ലാം മെഷീനൈസ്ഡ് എന്ന് നമ്മൾ. അതോടൊപ്പം തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് ആകാശം ഭരിക്കുന്നത് ആരോ അവരാണ് യുദ്ധത്തിൽ ജയിക്കുക. അത് സത്യമാണ്. ഈ ആകാശഭരണം ആരുടെ കൈപ്പിടിയിലാണോ അവർ ലോകം കീഴടക്കും. ഇപ്പോൾ ഇന്ന് നമുക്ക് സധൈര്യം നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാനത്തോടെ പറയാം, ഇന്ന് ഇന്ത്യൻ ആകാശം ഭരിക്കാൻ ഇന്ത്യ തന്നെയാണ്. മറ്റൊരു ശക്തിയെയും നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. അവിടെ നമ്മുടെ അപ്രമാദിത്വം, നമ്മുടെ മേൽക്കോയ്മ അങ്ങനെ തന്നെ നിലനിൽക്കും. ഒരു പക്ഷേ ഭാവിയിൽ അത് ഏഷ്യ മുഴുവനുമായിട്ട് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ വലിയ ഭയം. അവർക്ക് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ തിരിച്ചടി എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു താരതമ്യം പലപ്പോഴും പറയുന്നത്, ഇന്ത്യ പലതവണ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ചൈന അങ്ങനെ നേരിട്ട് ഒരു രാജ്യവുമായി യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അവരുടെ പരിപാടി അവർ വലിയ
രീതിയിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പൊടിയടിച്ച് അവിടെ ഇരിക്കുകയാണ്. അല്ല, ചൈന ഇപ്പൊ അത് പൊടിയടിച്ചിരിക്കുന്നത് സാധാരണ പാകിസ്ഥാൻ കാണിച്ചിരുന്നു അവിടെ എന്താണ് അതെ പൊടിയടിച്ചിരിക്കുന്നത്. ചൈന ആയുധങ്ങൾ നിർമ്മിച്ച് അത് വിൽക്കുന്നുണ്ട്. പൊതുവേ ഈ ചൈനയുടെ സാധനങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു പരക്കെയുള്ള ഒരു ആക്ഷേപം, ചൈന ഗുണനിലവാരമുള്ള സാധനം ഉണ്ടാക്കും, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാക്കും. ഒരു പക്ഷേ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാക്കുന്നത്. അത് വാങ്ങാൻ ലോകത്ത് ആൾക്കാരുണ്ടായിരുന്നു. അവർ പലരും വാങ്ങിയ സാധനങ്ങളുടെ പ്രഹരശേഷി എത്രയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അത് ഈ ഒരു തിരിച്ചടി, ഈ ഒരു ഇന്ത്യ ആവിഷ്കരിച്ച ഓപ്പറേഷൻ സിന്ദൂർ, അതിനെ തുടർന്നുണ്ടായ പ്രതിരോധവും, ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വലിയ നേട്ടമുണ്ടാക്കി തന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, ഇന്ത്യൻ ഓഹരി വിപണി, അതായത് ഈ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട നമ്മൾ പല സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും നിരവധി സ്ഥാപനങ്ങളുണ്ടല്ലോ, അവയുടെയൊക്കെ ഓഹരി മൂല്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയം ഈ ചൈനയ്ക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, അവരുടെ ഗവൺമെൻറ്റിൻ്റെതുകൊണ്ട് സ്വകാര്യമായിട്ടുള്ളതുകൊണ്ട്. ആ മേഖലയിൽ അവയുടെ ഓഹരി കുത്തനെ ഇടിയുകയാണ്. ഇത് അമേരിക്കയ്ക്കും ഈ ഭയമുണ്ട്. കാരണം അമേരിക്കയുടെ F-16 വിമാനത്തിനാണ് വലിയ തിരിച്ചടി കിട്ടിയത്. F-16 ഇനി ലോകത്ത് ആരും വാങ്ങില്ല എന്ന് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്ക അതിൻ്റെ ന്യൂനതകൾ പരിഷ്കരിച്ച പതിപ്പുകളായിരിക്കും ഇനി പുറത്തിറക്കാൻ പോകുന്നത്. അത് നമുക്ക് ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും അമേരിക്കയും ചൈനയും ഒരുപോലെ ഭയന്നിരിക്കുകയാണ്. ഈ ഇന്ത്യൻ പ്രതിരോധം ഒരു പഴുതില്ലാത്ത പ്രതിരോധം, പാളിപ്പോകാത്ത പ്രതിരോധം, അതാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത്, ലോകത്തിന് കാണിച്ചു കൊടുത്തത്. എന്തായാലും നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ രാഷ്ട്രം അതിൻ്റെ ആ വിശ്വപൗരത്വം, അല്ലെങ്കിൽ ഒരു വിശ്വഗുരുവാണ് ഭാരതം എന്ന് പറയുന്ന ആ അവസ്ഥയിൽ തല ഉയർത്തി നിൽക്കുന്നു. നമ്മൾ പ്രതിരോധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സൈന്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നയതന്ത്ര തലത്തിലാണെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി തന്നെ പല യുദ്ധങ്ങളും ഉണ്ടാകുമ്പോൾ റഷ്യയും അമേരിക്കയും രണ്ട് ഭാഗത്താണ് നിലയുറപ്പിക്കുന്നത്. ഒരാൾ ഒരു ചേരിയിൽ, മറ്റൊരാൾ എതിർ ചേരി. പക്ഷേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരും ഒന്നിക്കുകയാണ്, ഒരേ നിലപാടിലേക്ക് അവർക്ക് വരേണ്ടി വന്നു. അതാണ് ഈ പുതിയ ഇന്ത്യയുടെ ശക്തി. നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ ഇത് പുതിയ ഇന്ത്യയാണ്, ഇത് പഴയ ഇന്ത്യയല്ല. 2014 ഇന്ത്യയല്ല, 2024 ഇന്ത്യ. 2025 അവിടെ നിന്ന് വീണ്ടും ഒരുപാട് പടികൾ മുന്നേറിയിരിക്കുന്നു നമ്മൾ. അതൊരു സത്യമാണ്, നിഷേധിക്കാനാകാത്ത സത്യം.